ഞാനൊരു സ്ട്രോബെറി ലവറാണ് കേട്ടോ. പക്ഷെ മക്കൾ രണ്ടാൾക്കും സ്ട്രോബെറി ഐസ്ക്രീം ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ സ്ട്രോബെറി പച്ചക്ക് കഴിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. ഞാൻ പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ എത്ര കിട്ടിയാൽ ഞാൻ കഴിക്കും. വന്നപ്പോ തന്നെ ഞാൻ കുറെ എണ്ണം പറിച്ച് കഴിച്ചു. ഇതിലൊന്ന് നോക്കി തെരഞ്ഞെടുത്ത് കണ്ടുപിടിക്കണം കേട്ടോ. കുറെ നല്ലോണം പഴുത്ത് ചിലത് ചീഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി സെലക്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഏകദേശം ഇത്രയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി പറിക്കണം. ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നമ്മള് ന്യൂസിലാൻഡിൽ തന്നെ സ്ട്രോബെറി പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. മുന്നത്തെ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു, അന്ന് ഇവിടെ ആയിട്ടില്ലായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ വിന്ററിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ സമ്മറാണ് ഇതിന് പിക്ക് ചെയ്യാനൊക്കെ പറ്റിയ ഒരു കറക്റ്റ് ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ എവിടെ പ്ലേസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് രാശേട്ടൻ പറയും. പ്ലേസ് എന്ന് ചോദിച്ചാല് ഓക്ലാൻഡിലുള്ള കിമിയു റിവർ ഹെഡ് എന്ന പ്ലേസിലാണ് ഇപ്പോൾ ഈ ഫാം ഉള്ളത്. പിന്നെ അറിയാത്തവർക്കാണ്, അറിയണം ഒരുപാട് ആളുകളുണ്ടാവും. ഈ അറിയാത്ത പുറത്തുള്ള ആളുകൾക്കും അല്ലേ ഉദ്ദേശിച്ചത്. പിന്നെ സ്ട്രോബെറി ലവേഴ്സിനുള്ള അടിപൊളി പ്ലേസ് ആണ്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ഒരു രക്ഷയില്ലാത്ത പ്ലേസ് ആണ്. എത്ര വേണമെങ്കിൽ കഴിക്കാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതെ, നമുക്ക് ഇവിടുന്ന് എത്ര വേണമെന്ന് വയറ് നിറച്ച് കഴിക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ബക്കറ്റ്, ഇതേപോലത്തെ ബക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതെ, അതിന്റെ പേര് ബക്കറ്റ് കിട്ടും. അപ്പൊ ഇത് നിറച്ച് നമുക്ക് പറിച്ചിട്ട് കൊണ്ടുപോവാം, പിക്ക് ചെയ്യാം. ഇതിന് എത്രയാണ് റേറ്റ്? $20 അടുത്ത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്കിത് നിറച്ചും പറിക്കാം. പിന്നെ നമുക്ക് വയറ് നിറച്ചും കഴിക്കുകയും ചെയ്യാം കേട്ടോ. വന്നപ്പോ തന്നെ പറിച്ച് കഴിക്കാൻ തുടങ്ങി. നല്ല പഴുത്ത് കുറച്ച് പറിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നമ്മള് പറിച്ചു. ഇതൊക്കെ കുറെ ചെറുതാണ്. ഇതൊക്കെ കുറെ ആദ്യം പറിച്ചതിലിട്ടതാണ് കേട്ടോ. നല്ല വലുതൊക്കെ ഉണ്ട്. പിന്നെ അതാ നല്ല തിരക്കാണ് ഇന്ന് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അത്ര തിരക്കൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഈ കാണുന്നത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ എൻട്രൻസിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ വലിയൊരു സ്ട്രോബെറി ഹാർട്ടിന്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി പേര് അവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയി. ടിക്കറ്റിൽ ഒരാൾക്ക് $5 വരുന്നത് കേട്ടോ. പിന്നെ ആദ്യം ടിക്കറ്റിന്റെ ആവശ്യം വന്നില്ല, അത് ചെറിയ കുട്ടി ആയതുകൊണ്ട്. അപ്പോ പിന്നെ ഞങ്ങൾ ബക്കറ്റ് വാങ്ങിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, $20 അടുത്തെങ്ങാനും എന്തോ ആണ് ആ ഒരു ബക്കറ്റിനായത് കേട്ടോ. പിന്നെ അപ്പോൾ ഇവിടുന്ന് എത്ര വേണമെങ്കിൽ പറിച്ച് കഴിക്കാം. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പിക്ക് ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബക്കറ്റ് വാങ്ങിക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നു. വന്നപ്പോ തന്നെ ഒരു എന്താ പറയാ, ഒരു വണ്ടി ഉണ്ട്. അതിൽ കയറിയിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റു ഭാഗം കാണാം കേട്ടോ. ഇത്രയും നല്ലതിന് അങ്ങേപ്പോറും നിങ്ങൾ ആ സൈഡിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല. ആ സൈഡിന്റെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഓപ്പൺ ആയിട്ടില്ല. ഇവിടെയാണ് ഇപ്പൊ തൽക്കാലം ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടെ സമ്മർ സീസണിലാണ് ഇതിന്റെയൊക്കെ ഒരു പിക്ക് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ. അത് ഒരു വൈറ്റ് കവർ ചെയ്ത് കണ്ടില്ലേ, അവിടെയൊക്കെ ഇനിയും വരും കേട്ടോ. ഇവിടെ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒന്നും കൂടി നല്ലോണം സെറ്റ് ആവും. നവംബർ ആയതേ ഉള്ളൂ. അപ്പൊ അത് എത്തിയപ്പോൾ തന്നെ പറിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്ട്രോബെറി വലിയ ഇഷ്ടമില്ല, പക്ഷെ ഇവിടുത്തെ ഭയങ്കര മധുരമാണ് കേട്ടോ. നല്ല മധുരമാണ്. നമ്മളൊന്ന് കഴിച്ചു പോവും. നല്ല പഴുത്ത് നല്ല കണ്ടോ, കാണുമ്പോൾ നല്ല റെഡും ആണ്. അതേപോലെ തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ. പിന്നെ കുറേയൊക്കെ ചീത്തതും ഉണ്ട്. പിന്നെ ഞങ്ങൾ എത്താൻ കുറച്ച് ലൈറ്റ് ആയിപ്പോയി. കുറച്ചും കൂടി നേരത്തെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു തോന്നിപ്പോയി. കാരണം ഞാൻ ആദ്യമായിട്ട് വരികയായിരുന്നു കേട്ടോ അങ്ങോട്ട്. ഞാൻ പറഞ്ഞത് ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ വിന്റർ ആയതുകൊണ്ട് ഇതിന്റെ സീസൺ ആയിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുമായിരുന്നു. ഐസ്ക്രീമും കഴിച്ച് തിരിച്ചു പോയി. അപ്പോൾ ഇപ്പോൾ എത്തിയപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത്. പക്ഷെ ഒരു മോർണിംഗിൽ എത്തണമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി നല്ലത് കിട്ടുമായിരുന്നു. ഉച്ചയായപ്പോൾ നല്ല വെയിലുമായി. പിന്നെ എന്താ വെച്ചാൽ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ അങ്ങനെ എല്ലാവരും പറിച്ചു പോയി. എന്നാലും കുഴപ്പമില്ല കേട്ടോ, കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ നോക്കി കണ്ടുപിടിക്കണം. ഒത്തിരി ഉണ്ട്, നല്ലതും ചീത്തയും വാടിയതും ഒക്കെ ഉണ്ട്. അത് നമ്മൾ നോക്കിയിട്ട് എടുക്കണം. പിന്നെ ഞങ്ങള് പറിച്ച് ബക്കറ്റിൽ ഇടുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ കഴിക്കായിരുന്നു കേട്ടോ. ഞാൻ കുറെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇടയിൽ ഏട്ടനും കഴിക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ സൈസ് കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ കഴിക്കാതിരിക്കാൻ പറ്റിയ അല്ലേ. അപ്പോൾ അങ്ങനെ ഞാനും കഴിച്ചു. അതുകൂട്ടനും ആദ്യം ഒക്കെ കഴിക്കുന്നുണ്ട്. മക്കൾക്കൊന്നും വലിയ ഇഷ്ടമില്ല സ്ട്രോബെറി. എന്നാലും അവര് നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അവരും കഴിച്ചു കൂട്ടാം.
ഏകദേശം ഇത്ര നമ്മൾ പറിച്ചു കേട്ടോ. ഇപ്പൊ ഒന്ന് ഇങ്ങോട്ട് നോക്കി, ഇപ്പതാ ഏകദേശം തിരക്കൊക്കെ ഒഴിഞ്ഞുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പറിക്കാനുള്ളതും ഏകദേശം ഒക്കെ കുറഞ്ഞു, ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയാ, നമ്മൾ വന്ന സമയത്തുള്ള അത്രയും സാധനങ്ങളൊന്നുമില്ല. ഇതിലൊന്ന് നോക്കി തെരഞ്ഞെടുത്ത് കണ്ടുപിടിക്കണം കേട്ടോ. കുറെ നല്ലോണം പഴുത്ത് ചിലത് ചീഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി സെലക്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഏകദേശം ഇത്രയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി പറിക്കണം. ഇപ്പോ ഇവിടെ 5 മണി വരെയാണ് ടൈം ഉള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വേഗം പറിക്കട്ടെ. നല്ലത് നോക്കി വേഗം പറിച്ചത് നമുക്ക് ഇവിടുന്ന് വേഗം വിടണം. 5 മണി വരെയാണ് ഇവിടെ ടൈം ഉള്ളത്. അപ്പൊ ബാക്കിയുള്ളതും കൂടി നമുക്ക് പറിക്കാം കേട്ടോ. അതാ ഇത്ര ആയിട്ടുണ്ട്, കുറച്ചും കൂടി പറിക്കാം. പിന്നെ വയറ് ഫുള്ളായി കേട്ടോ, നല്ലോണം കുറെ കഴിച്ചിട്ടുണ്ട് ഞാൻ. ബാക്കിയുള്ളത് പറിക്കാം. കണ്ടോ ഇതിൽ ചീത്തയായിട്ടുള്ളത് ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കിയിട്ട് വേണം പറിക്കാം. ഇത് നല്ല വലുതായിരുന്നു, പക്ഷെ ഇത് കുറച്ച് ചീഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. നല്ലത് നോക്കി പഴുത്തിട്ട് പറിക്കാം. നല്ല ആയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എടുത്ത് ഈ വണ്ടിയിലൊക്കെ ഒന്ന് കയറി ഒന്ന് റൗണ്ട് അടിച്ച് പോന്നു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ഇപ്പോൾ എല്ലാ തിരക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല 5 മണി വരെ ഒരു ടൈമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവാണ്. അപ്പോൾ ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് മൈക്ക് ഇല്ലാത്തതുകൊണ്ട്, സോറി ഗൈസ്, മൈക്ക് ഓൺ അല്ലായിരുന്നു, അതുകൊണ്ട് സൗണ്ട് ഇല്ല. അപ്പോൾ ചേട്ടൻ പറയുന്നു ഇവിടുത്തെ ഹൈജീനിക്കിന്റെ കേസ് ഇവിടെ എല്ലായിടത്തും നല്ല ഹൈജീനിക് ആണ്. അതേപോലെ തന്നെ ഇതേപോലെ ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. ഫ്രഷ് ഐസ്ക്രീം കിട്ടും. അപ്പം നമ്മളിത് ഏകദേശം ഇത്രയും പറിച്ചിട്ടുണ്ട്. സമയം ഇപ്പം 5 മണിയായി. ഇവിടെ 5 മണി വരെയാണുള്ളത്. ഇപ്പൊ ഇവിടെ ആരുമില്ല, എല്ലാവരും ഇവിടുന്ന് പോയി. ഞങ്ങളും ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ നീ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ വേറെ എന്തൊക്കെയുള്ളതെന്ന് അറിയില്ല. ഇവിടെ ഫ്രഷ് ഐസ്ക്രീം ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടു. ഇവിടെ നോക്കി നോക്കാം, ട്രൈ ചെയ്യാം അല്ലേ. ഞങ്ങളൊരു തവണ ആ ഫ്രഷ് ഐസ്ക്രീം കഴിച്ചാണ് കേട്ടോ. ഞാൻ പറഞ്ഞു മുമ്പ് തവണ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ മക്കളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇതേപോലെ പറയുന്നുണ്ടായിരുന്നു നല്ല വെയിലല്ല, അപ്പോൾ വേഗം മെൽറ്റായി പോകും, അപ്പോൾ തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാൻ കേട്ടോ. ഇവിടുത്തെ ഇങ്ങനത്തെ ഫ്രഷ് ഐസ്ക്രീമിനൊന്നും വല്ലാതെ ഷുഗർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള ഐസ്ക്രീമാണ്.
അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും കഴിച്ചു കേട്ടോ ഐസ്ക്രീം. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ അതിൽ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ചോക്ലേറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവുന്നുണ്ട്. ആദ്യമൊക്കെ നല്ല എന്താ പറയുക അങ്ങനെ തിക്കായിട്ട് കുറേ നേരം അങ്ങനെ നിൽക്കുന്നു. വിൻ്റർ ആയിരുന്നല്ലോ, ഇപ്പോൾ സമ്മറല്ലേ, ഭയങ്കര വെയിലാണ്. അപ്പോൾ പെട്ടെന്ന് എന്നൊക്കെ മെൽറ്റ് ആയിപ്പോയി. ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ച് നിങ്ങളിതാ വീട്ടിലേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ കേട്ടോ.